എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. അളയാ നിൽക്ക ഞാൻ ഓർമ്മയുള്ള ഒരു വിവാദമാണ് പറവൂർ. അതെ, സ്ത്രീ പീഡന കേസ്. എവിടെയോ നമ്മൾ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ബസ് സ്റ്റാൻഡ്, ചന്ത, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല. ബട്ട് ഐ ആം എ കോടീശ്വരൻ. കണ്ണിൽ കണ്ടാൽ ഹംസ മുതലാളി എന്ന് വിളിക്കും. ആരെ? എന്നെ. പറവൂർ. അതെ, സ്ത്രീ പീഡന കേസ്. സ്ത്രീ പീഡനം ഒന്നും പറഞ്ഞിട്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു ഹോബിയാണോ സുരാജിന്? ഒരിക്കലും ഇല്ല. ഇത് നമ്മുടെ വാസുചേട്ടനല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ സർവ്വഗുണങ്ങളുള്ള മറ്റേ ആള്. തരികിടയാണല്ലേ? അല്ല, ഒരു തരികിടയെ തേടി വന്നതാണ്. ഒരിക്കലും ഇല്ല. സ്ത്രീകളെ ഇങ്ങനെ ഫോൺ വിളിച്ച് പീഡിപ്പിക്കാറുണ്ട്. അല്ലാതെ ഒരു പീഡനത്തിന് ഇതുവരെ പോയിട്ടുമില്ല. ഇത് തന്നെ അവസരം. പക്ഷെ നമ്മുടെ മണ്ടയിൽ ആരോപിക്കപ്പെട്ടു. അത് എന്തിനാണെന്നുള്ളത് എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. വന്നേ മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലാതെ നീ ഒന്നും പറയണ്ട, നീ പീഡിപ്പിച്ചു. ചുമ്മാ അങ്ങനെ ആൾക്കാരങ്ങ് ആരോപിക്കും. അത് ഈ കാശിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്, പിടിക്കുകയും ചെയ്തു. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ ായിട്ട് അപ്പുറത്ത് ആൾക്കാരെല്ലാവരും നിൽക്കുകയാണ്. അവിടെ നിന്ന് ആരെല്ലാം ഫോട്ടോ എടുക്കാൻ വരുന്നു. അവർ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റുമോ, ഇത് നിങ്ങൾ പീഡനക്കേസിൽ അങ്ങനെ ഉണ്ടോ, അതോ വല്ല തല്ല് കേട്ട സ്ഥലം അങ്ങനെ ഉള്ളതാണോ എന്ന് ഞാൻ ആരോടും ചോദിക്കാറില്ല. ഞാൻ ഫോട്ടോ എടുത്തില്ലെങ്കിൽ അവർ പറയാം അവന് ചാടയെന്ന്. അയ്യോ, എനിക്കിപ്പോ ബോധം ഇത് തന്നെ അവസരം. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. അപ്പോൾ ഇതൊരു കൊച്ചുകുട്ടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുത്തു. ഇതാണ് അവർക്കാകെ ഉള്ള തെളിവ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ തെറ്റ് ചെയ്യാതെ ഒരാൾ തെറ്റുകാരെന്ന് ഒരു സമൂഹം മൊത്തം പറയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാവുന്ന മാനസികാവസ്ഥ മരിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നെ ആരോ വിളിച്ചു.